തെലങ്കാനയിലെ ശ്രീശൈലത്ത് ടണലിടിഞ്ഞ് വീണ് തൊഴിലാളികൾ കുടുങ്ങി. 7 തൊഴിലാളികളാണ് കുടുങ്ങിയത്. ടണൽ മുഖത്ത് നിന്നും 14 കിലോമീറ്റർ ഉള്ളിലാണ് ഈ അപകടം സംഭവിച്ചത്. കെ ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? പ്രജീഷ്, ഇന്ന് രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഇതിന്റെ വിവരം പുറത്തറിയുന്നത്. ഏതായാലും ഇപ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തക സംഘമൊക്കെ അതിന് ടണലിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ശ്രീശൈലം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ടണലിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ടണലിനുള്ളിൽ ഏതാണ്ട് 14 കിലോമീറ്റർ ഉൾഭാഗത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇതിന്റെ റൂഫ്, അതിന്റെ മേൽഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഏതാണ്ട് 3 മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ മേൽഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നാണ് കമ്പനി അറിയിക്കുന്നത്. 50 തൊഴിലാളികളാണ് ഈ ടണലിൽ ഇന്ന് ജോലിക്കായി എത്തിയിരുന്നത്. ഇതിൽ 43 പേരും സുരക്ഷിതരായി പുറത്തെത്തിയെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് 7 പേർ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു സംശയം വരുന്നത്. ഏതായാലും 50 കിലോമീറ്ററിലധികം ദൂരത്തുള്ളതാണ് ഈ ടണൽ. ഇതിൽ 14 കിലോമീറ്റർ പിന്നിടുമ്പോൾ ശ്രീശൈലം ഡാമിനോട്, റിസർവോയറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇങ്ങനെ ഈ ഒരു ടണൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മന്ത്രി ഉത്തം റെഡ്ഡി അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മതിയായിട്ടുള്ള എല്ലാവിധ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തൊഴിലാളികളെ സുരക്ഷിതരായി പുറത്തെത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ശരി, ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. തെലങ്കാനയിലാണ് ടണൽ ഇടിഞ്ഞ് അപകടമുണ്ടായത്. 7 പേർ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നും അറിയുന്നു.